അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ടോപ്പിക്ക് വരുന്നത് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ നോക്കാം. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ 2/3x ഇൻറ്റു കൊസീക്ക് റേസ് ടു 4/3x dx അല്ലേ. ഇത് JEE മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. JEE മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാൻ. ഇതിൻ്റെ ഓപ്ഷൻ ആയിട്ട് നോക്കിയേ എന്തൊക്കെ വന്നിട്ടുള്ളത്. -3/4 tan റേസ് ടു -4/3x ഉണ്ട്, പിന്നെ 3 tan റേസ് ടു -1/3x ഉണ്ട്, പിന്നെ -3 കോട്ടിൻ്റെ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ -3 ടാൻ്റെ ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് നോക്കാം. JEE മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നോക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നോക്കിക്കോ. ഇൻ്റഗ്രൽസ് സീക്ക് സ്ക്വയർ 2/3x ഇൻറ്റു കൊസീക്ക് റേസ് ടു 4/3x dx. ഓക്കെ, നമുക്കറിയാം ഇവിടെ സീക്ക് റേസ് ടു 2/3x ഉണ്ട്, അതേപോലെ തന്നെ കൊസീക്ക് റേസ് ടു 4/3x ഉണ്ട് അല്ലേ. ഈ സീക്കും കൊസീക്കും ഒക്കെ നമുക്കറിയാമല്ലോ, സൈന് കോസ് ടാന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈൻ്റെ റെസിപ്രോക്കലാണ് എന്ത്, കൊസീക്ക് അല്ലേ. അത് എന്നതുപോലെ തന്നെ സീക്ക് എന്തിൻ്റെ റെസിപ്രോക്കലാണ്, കോസിൻ്റെ റെസിപ്രോക്കലാണ്. കോട്ടോ ടാൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇവിടെ സീക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സീക്കിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, 1/1 എന്തിൻ്റെ റെസിപ്രോക്കലാണെന്ന് പറഞ്ഞാൽ കോസിൻ്റെ അല്ലേ. അപ്പോൾ കോസ് റേസ് ടു 2/3x എഴുതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ എഴുതിയത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സീക്ക് റേസ് ടു 2/3x ആണ് എന്ത്, 1/cos റേസ് ടു 2/3x. ഓക്കെ, ഇനി കൊസീക്കിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കൊസീക്ക് സൈൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ 1/sin അല്ലേ. അപ്പോൾ സൈൻ എഴുതി, അതിൻ്റെ റെസിപ്രോക്കലായിട്ട് എന്ത് ചെയ്തു, 4/3x എഴുതി dx. ക്ലിയർ അല്ലേ? ഈ സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, നമുക്കറിയാം നമ്മൾ ഇനി ഓപ്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. ഓപ്ഷനിൽ എ ഓപ്ഷനിൽ ടാൻ ഉണ്ട്, ബി ഓപ്ഷനിൽ ടാൻ ഉണ്ട്, ഡിയിലും ടാൻ ഉണ്ട്, സിയിൽ മാത്രമേ കോട്ടിൻ്റെ ഓപ്ഷൻ വരുന്നുള്ളൂ. അപ്പം മിക്കവാറും നമുക്കറിയാം ടാൻ 3 പ്രാവശ്യം ഉള്ളപ്പോൾ ടാനിലേക്കായിരിക്കും മിക്കവാറും ആൻസർ വരുന്നത് അല്ലേ. കോട്ടും വരാൻ സാധ്യത ഉണ്ട്, പക്ഷെ കൂടുതൽ ചാൻസ് ഉള്ളത് ടാനിലേക്കാണ്. അപ്പോൾ നമുക്ക് ആ ടാനിനെ ഫോക്കസ് ചെയ്തിട്ടുകൊണ്ട് ആൻസർ എഴുതാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടാൻ വരണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഏത് രൂപത്തിൽ വരണം, sin/cos വരണം. അതാണ് ടാൻ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. sin/cos ആണ് ടാൻ. അപ്പോൾ ഇവിടെ എനിക്ക് കോസും ഉണ്ട് സൈനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ടാൻ വരുത്തണം എന്നുണ്ടെങ്കിൽ സൈൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോട്ടാ. ഈ സൈനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കോസ് റേസ് ടു 2/3x സൈൻ റേസ് ടു 4/3x എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു, കോസ് റേസ് ടു 4/3x ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഇതേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ആയിട്ട് എന്ത് ചെയ്യണം, സെയിം വാല്യൂ ഇവിടെ ന്യൂമറേറ്ററിൽ പുട്ട് ചെയ്യണം. ഇത് മാത്സിൻ്റെ റൂളാണ്. അപ്പോൾ ഞാൻ എന്തെഴുതി, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോസ് വന്നിട്ടുണ്ട്. ഇത് നമുക്കറിയാം എന്താണത്, ടാൻ ആണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാലോ കോസിൻ്റെ പവർ 2/3 ഉണ്ട്, കോസിൻ്റെ പവർ 4/3 ഉണ്ട്. ഓക്കെ, എക്സ്പോണൻസ് എന്ന് പറഞ്ഞ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബേസ് എന്താണ്, കോസ് എക്സ് ആണ്. കോസ് എക്സ് പവർ ഏതാണ്, 2/3 4/3. അപ്പോൾ ഈ 2/3 പവറും 4/3 പവറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരാം, 2/3 + 4/3. ഡിനോമിനേറ്റർ എന്താണ്, 3 ആണ്, ന്യൂമറേറ്റർ 2 4. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6/3 അല്ലേ വരാം. 6/3 എത്ര ആൻസർ വരാം, 2 ആണ് അല്ലേ. അതായത് ഇങ്ങനെ cos റേസ് ടു 2/3 ഇൻറ്റു cos റേസ് ടു 4/3. പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പോകുന്നു, 2/3 + 4/3 എത്ര വരും, 6/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ഇങ്ങനെ എഴുതി കൂടെ, ഈ cos 2 റേസ് ടു 2/3യും cos റേസ് ടു 4/3യും കൂടിയിട്ട് എന്തായി, കോസ് സ്ക്വയർ എക്സ് ആവും അല്ലേ. കാരണം 2 + 4 6 ആണ്, 6/3 എന്ന് പറഞ്ഞാൽ 2 ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിയേ, സൈൻ റേസ് ടു 4/3 ഉണ്ട്, കോസ് റേസ് ടു 4/3 ഉണ്ട്. sin/cos ടാൻ ആണ്. അപ്പോൾ ടാൻ റേസ് ടു 4/3 എഴുതി. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഒന്ന് പറഞ്ഞോളൂ. അപ്പോൾ 1/cos എന്ന് വെച്ചാൽ നമുക്കറിയാം സീക്കാണ്. ആ സീക്കിൽ നിന്നാണ് നമ്മൾ കോസിലേക്കൊക്കെ വന്നത് കേട്ടോ.
അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് 1/cos സ്ക്വയർ എക്സ് വന്നിട്ടില്ലേ, അതിനെ നമുക്ക് വീണ്ടും എഴുതാം സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഡിനോമിനേറ്റർ നോക്കിയേ tan റേസ് ടു 4/3 എക്സ് ആണ്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ tan എക്സ് ഹോൾ റേസ് ടു 4/3 dx. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ tan എക്സിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ tan എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? tan എക്സിൻ്റെ സീക്ക് സ്ക്വയർ എക്സ് ന്യൂമറേറ്ററിൽ കിടക്കുന്നില്ലേ? tan എക്സിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. u = tan x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൻ്റെ ഡെറിവേറ്റീവ് നോക്കിയേ du = sec സ്ക്വയർ എക്സ് dx അല്ലേ? നമ്മളെ ന്യൂമറേറ്ററിൽ എന്ത് വന്നിട്ടുണ്ട്? sec സ്ക്വയർ എക്സ് dx വന്നിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്താൽ മതി? അതിന് പകരം du സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. tan x എന്തൊരു u ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. എല്ലാം ഇങ്ങനെയല്ലേ നോക്കി വരാം. ഇൻ്റഗ്രൽ sec സ്ക്വയർ എക്സ് dxന് പകരം എന്തെന്ന് കൊടുക്കുക? du എന്ന് കൊടുക്കുക ബൈ tan എക്സിന് പകരം എന്തെന്ന് കൊടുക്കുക? u എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പവർ എന്താണ്? 4/3 ആണ് പവർ. ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇൻ്റഗ്രൽ u റേസ് ടു -4/3 du എന്ന് എഴുതി കൂടെ? u റേസ് ടു -4/3 du. ഇൻ്റഗ്രൽ x റേസ് ടു n എന്താണ്? x റേസ് ടു n+1/n+1. അങ്ങനെയാണെങ്കിൽ -4/3 + 1 എന്ത് വരും? -4 + 3/3 അല്ലേ? ദാറ്റ് ഈസ് ഇക്വൽ ടു എത്ര വരും നോക്കിയേ? u റേസ് ടു -4/3 + 1/-4/3 + 1 എത്ര വരും? -1/3 വരും അല്ലേ? ദാറ്റ് ഈസ് ഇക്വൽ ടു u റേസ് ടു -1/3/-1/3 ദാറ്റ് മീൻസ് -3 പ്ലസ് ഇതല്ല ആൻസർ വരാം. ദാറ്റ് ഈസ് ഇക്വൽ ടു -3. u എന്താണ്? u നമ്മൾ കൊടുത്തിട്ടുണ്ട് tan x ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ tan x പവർ എന്താണ്? -1/3 പ്ലസ് ഇതാണ് ആൻസർ വരുന്നത് അല്ലേ? ഓപ്ഷനിലുണ്ടോ നോക്കിയ ആൻസർ -3 tan റേസ് ടു -1/3 x പ്ലസ് -3 ഡി ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. -3 tan റേസ് ടു -1/3 x പ്ലസ്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ നമ്മൾ ഈ ഓപ്ഷനിൽ കോട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി കിടക്കുന്നില്ലേ? അപ്പോൾ അതും ആകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയേ ഇവിടെ നമുക്ക് tan എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എന്ത് ചെയ്ത് കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്തിനെ? സൈനെ. ഇനി ഓപ്ഷനിൽ എന്തുണ്ട്? കോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഓപ്ഷൻ ആണോ എന്നിങ്ങനെ നമുക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോസിനെ സൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. കോസിനെ സൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ കിട്ടണമെന്ന് നോക്കാം. പക്ഷേ ആ ആൻസർ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവിൻ്റെ ഈ കോട്ട് എന്ന് പറഞ്ഞാൽ -3 കോട്ട് റേസ് ടു -1/3 x പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടുന്നത്. -3 കോട്ട് 1/3 പ്ലസ് എക്സ് പ്ലസ് സി. ഇതാണ് ഓപ്ഷൻ കിട്ടുന്നത്. ആ സൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷൻ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ എന്ത് ചെയ്യാത്തത്? ഇത് ആൻസർ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൻസർ വരുന്നില്ല. അവർ തന്ന ഓപ്ഷനിൽ ഉള്ള ആൻസർ നമുക്ക് ആ കോഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ വെച്ച് ചെയ്താൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കും. ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് കീമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കീമിന് ചോദിച്ചു 2024 ചോദിച്ചിട്ടുള്ളത്. കീമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ്റഗ്രൽ 6x³ + 9x² ഡിവൈഡഡ് ബൈ x⁴ + 3x³ - 9x². അല്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 6x³ + 9x² ബൈ x⁴ + 3x³ - 9x² dx. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കിയേ ന്യൂമറേറ്ററിൽ നമുക്ക് കോമൺ ആയിട്ട് എന്താ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും? 6 കൊണ്ട് 9 ഉണ്ട് അല്ലേ? കോമൺ ആയിട്ട് നമുക്ക് എന്താ എടുക്കുക? 3 ഔട്ട് സൈഡ് എടുക്കുക. എക്സ് ന്യൂമറേറ്ററിൽ എത്ര ഉണ്ട്? x³ കൊണ്ട് x² കൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് x² ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 3x² ഞാൻ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? 2x ഉണ്ടാവും പ്ലസ് 3 ഉണ്ടാവും.
അല്ല, ജസ്റ്റ് കോമൺ ആയിട്ടുള്ളത് ഔട്ട് സൈഡ് എടുത്തുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. 3x² കോമൺ ആണ്, ഔട്ട് സൈഡ് എടുത്ത് 2x+3 കിട്ടി. ഇതേപോലെ തന്നെ ഡിനോമിനേറ്ററിൽ എന്താ കോമൺ ഉള്ളത്? എല്ലാത്തിലും എക്സ് ഇല്ലേ നോക്കിയേ. എക്സ് ഇവിടെ 4 ഉണ്ട്, ഇവിടെ പവർ 3 ആണ്, ഇവിടെ പവർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് എന്തെടുക്കുക? x² എടുക്കുക. എല്ലാത്തിലും x² കോമൺ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി ഇത് എന്ത് വരും? x² വരും പ്ലസ് 3x വരും പ്ലസ് -9 വരും. ക്ലിയർ അല്ലേ? dx നമുക്ക് x² ക്യാൻസൽ ചെയ്തൂടെ? ബാക്കി എന്താ ഉണ്ടാവുക നോക്കി? 3. ഞാൻ ഔട്ട് സൈഡ് എടുത്തിട്ടാ 3 2x+3 ബൈ x² പ്ലസ് 3x -9 അല്ലേ? ആൻസർ ആയി കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. ഇനി നോക്കിയാൽ മതി, ഡിനോമിനേറ്റർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഡിനോമിനേറ്റർ x² പ്ലസ് 3x -9 അല്ലേ? ജസ്റ്റ് ഡിനോമിനേറ്ററിനെ പോയി ഡെറിവേറ്റീവ് ഒന്ന് ചെയ്ത് നോക്കി. x² ഡെറിവേറ്റീവ് 2x ന്യൂമറേറ്ററിലുണ്ട്. 3x ഡെറിവേറ്റീവ് എന്താണ്? 3, അതും ന്യൂമറേറ്ററിലുണ്ട്. -9 0 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ അവിടെ ഉണ്ട്, ന്യൂമറേറ്ററിലുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആയിരിക്കും അല്ലേ? ഡിനോമിനേറ്ററിന്റെ ആൻസർ, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x² പ്ലസ് 3x -9 അല്ലേ വരാം ആൻസർ? ഇവിടെ 3 ഉണ്ട് ഔട്ട് സൈഡ്, അപ്പോൾ 3 കൂടി വരും. ക്ലിയർ അല്ലേ? അതിൽ ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ. ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷനിൽ 3x ഉണ്ട് അല്ലേ? ആദ്യത്തെ ഓപ്ഷനിൽ നോക്കിയേ 3x ഉണ്ട്, പിന്നെ 6x ആണുള്ളത്, പിന്നെ 6 ലാസ്റ്റ് നോക്കി 3 log x² പ്ലസ് 3x -9 പ്ലസ് c അല്ലേ? അതല്ല നമുക്ക് കിട്ടിയത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഇ ആണോ ആൻസർ വരുന്നത്? ഓപ്ഷൻ